KPCC നേതൃയോഗത്തിൽ തിരുവനന്തപുരം ചർച്ചയാക്കി കെ മുരളീധരൻ. പലയിടത്തും പ്രവർത്തനത്തിൽ മന്ദീഭാവമുണ്ടായി. പ്രാദേശിക നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കണം. അതേസമയം നേതാക്കൾക്ക് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. പാർട്ടിയിൽ അനൈക്യം അനുവദിക്കില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമാക്കി നേതാക്കൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. വീഴ്ച വരുത്തുന്ന ഭാരവാഹികൾ സ്ഥാനത്തുണ്ടാകില്ല എന്നും വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിലും പ്രതീക്ഷയുണ്ട് എന്നാണ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2 ഇടങ്ങളിൽ മാത്രം അവ്യക്തതയുണ്ട് എന്നും യോഗം വിലയിരുത്തി. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില ചാനലുകൾ വാർത്ത പുറത്തുവിട്ടു. ഞങ്ങൾ ഇതിന്റെ അകത്ത് നടത്തിയ ചർച്ച അതിലൊരിടത്ത് പോലും ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നു. അതാരാണ് നിങ്ങൾക്ക് ചോർത്തി തന്നതെന്ന് അറിയില്ല. അത് ചോർത്തി തന്നത് ആരാണെങ്കിലും സംഭവം ഇതിന്റെ അകത്തില്ലാത്തവരാ. കാരണം തൃശ്ശൂര് തുടക്കം മുതൽ ഇലക്ഷൻ കഴിയുന്നവരെ പാർട്ടി മുന്നണി ഒറ്റക്കെട്ടായി നിന്നു. ഞാൻ അന്ന് പറഞ്ഞത് ചിലയിടങ്ങളിൽ BJPക്ക് CPM വോട്ട് മറച്ചു എന്നാണ്. ഞാൻ തുടക്കം തന്നെ അന്തർധാരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അന്തർധാര നടപ്പാക്കാൻ 2 നിയോജകമണ്ഡലങ്ങളാണ് തെരഞ്ഞെടുത്തതെങ്കിലും അതിനെ അതിജീവിച്ച് ഞങ്ങൾ 50,000-ൽ പരം വോട്ടിന് ജയിക്കും എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. സ്ഥാനമൊഴിയാൻ തയ്യാറായ ശ്രീ TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരൊക്കെ ഉൾപ്പെടെ UDFന്റെ മുഴുവൻ ഘടകങ്ങളും ഒത്തൊരുമിച്ച് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുറത്തു വന്നൊരു തെറ്റായ വാർത്ത. കാരണം വിജയം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പ്രവർത്തകരിൽ ഒരു നിരാശയുണ്ടാക്കുന്ന രീതിയിൽ ചില വാർത്തകൾ ഇവിടുന്ന് പുറത്തു വന്നു. അത് സംഭവിക്കാത്ത കാര്യമാണ്. UDF ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇലക്ഷനെ ഞങ്ങൾ നേരിട്ടത്. 100% ഞങ്ങൾ ജയിക്കും. ഇവിടെ ശ്രീ സുനിൽകുമാറാണ് പറഞ്ഞത് പരാജയ ഭീതി എന്ന്. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാവും. പരാജയ ഭീതി എന്ന് പറയാൻ സുനിൽകുമാർ പറയാൻ കാരണം ഇതുവരെ അധികം തോറ്റിട്ടില്ല. അപ്പോൾ അടുത്ത ജൂൺ 4-ാം തീയതി ഈ നേരത്ത് പരാജയം ഒരു ഭീതിയല്ല എന്ന് സുനിൽകുമാറിന് മനസ്സിലാവും. അത്ര ഞാൻ പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, 20-ൽ 20 എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. പക്ഷേ 2 മണ്ഡലങ്ങളിൽ അവ്യക്തത എന്ന് പറയുമ്പോൾ ആ 2 മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് സംബന്ധിച്ച വിവരങ്ങളോ സൂചനകളോ പുറത്തു വരുന്നുണ്ടോ? അത്തരം വിലയിരുത്തലുകൾ യോഗത്തിലുണ്ടായോ? അത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കടുത്ത മത്സരം നടന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വിജയം ഉറപ്പിക്കാൻ കഴിയുന്നത് എന്ന തരത്തിലുള്ള സമഗ്രമായ ചർച്ച തന്നെയാണ് നടന്നത്. അതിൽ 12 വിജയം ഉറപ്പിക്കാൻ കഴിയും എന്ന കൃത്യമായ വിലയിരുത്തലുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 18 സീറ്റിൽ UDF ഉറപ്പായും ജയിക്കും. 2 ഇടങ്ങളിൽ മാത്രമാണ് അവ്യക്തത നിലനിൽക്കുന്നത്. പക്ഷേ 20 മണ്ഡലങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ഈ ഒരു പൊതുവായ വിലയിരുത്തലാണ് ഇന്ന് ചേർന്ന KPCCയുടെ നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതായത് പ്രാദേശികമായ നേതാക്കൾക്ക് പ്രചാരണ പ്രവർത്തനങ്ങളിൽ തണുപ്പൻ മട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മന്ദീഭാവം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം കെ മുരളീധരൻ മുമ്പോട്ട് വെച്ചു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. വീഴ്ച വരുത്തിയവർക്ക് പ്രാദേശിക നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കണമെന്നും കെ മുരളീധരൻ ആക്ഷേപം ഉന്നയിച്ചു. അതിനിടയിലാണ് KC വേണുഗോപാൽ, AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായിട്ട് KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അനൈക്യം വെച്ചുപൊറുപ്പിക്കാനാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമാക്കിയായിരിക്കണം ഇനി നേതാക്കളും പ്രവർത്തകരും മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ സ്ഥാനത്തിരിക്കുന്ന എല്ലാ ഭാരവാഹികളും അവരുടെ ഉത്തരവാദിത്തം കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കണം. അതിൽ വീഴ്ച വരുത്തുന്നവർ ആരും ആ സ്ഥാനത്തുണ്ടാകില്ല എന്ന മുന്നറിയിപ്പും കൊടുത്തു. അതേസമയം അടൂർ പ്രകാശ്, അദ്ദേഹം നിലവിൽ ആറ്റിങ്ങൽ MP ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിനെതിരായ ഒരു വിമർശനം തന്നെയാണ്. ആറ്റിങ്ങലിൽ ഇടത് സ്ഥാനാർത്ഥിയായ CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന V ജോയിക്ക് വേണ്ടി വോട്ട് മേടിച്ചു കൊടുക്കാൻ ശ്രമിച്ചവരെ പാർട്ടിയിലേക്ക് എടുക്കാൻ നേതൃത്വത്തിന് തിടുക്കമാണ് എന്ന വിമർശനവും അടൂർ പ്രകാശ് യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അഭിലാഷ്, അതായത് ഡാൻ, ഇതിലിപ്പോൾ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണല്ലോ പ്രത്യേകം ചർച്ചയാക്കി കെ മുരളീധരൻ മാറ്റിയത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? പ്രത്യേകിച്ച് മുരളീധരൻ തന്നെ ന്യൂസ് 18നോട് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ചില
ആക്ഷേപങ്ങൾ, കൃത്യമായി ക്രോസ് വോട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങൾ അടക്കം ഉന്നയിക്കുന്നു BJPയും CPIഎമ്മുമായി ബന്ധപ്പെട്ട്. അതിനിടെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വിഷയമാക്കി മാറ്റുകയും ചെയ്തത്. അതായത് അഭിലാഷ്, ശശി തരൂർ ഇന്നത്തെ നേതൃയോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ക്രോസ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ യോഗം സ്വാഭാവികമായി ചർച്ച ചെയ്തു. അതിനിടയിൽ മുരളീധരൻ തന്നെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം, അദ്ദേഹം വട്ടിയൂർക്കാവിൻ്റെ MLA കൂടി ആയിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വേരുകളുള്ള ഒരു നേതാവാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം നേതാക്കൾ ബോധപൂർവമാണോ വീഴ്ച വരുത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന ഒരു അഭിപ്രായം മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായി പ്രാദേശിക നേതാക്കൾ, മുന്നണിയിലെ മറ്റ് നേതാക്കളൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾ അദ്ദേഹത്തിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നേതൃയോഗത്തിൽ നടത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്വാഭാവികമായി ഈ ശശി തരൂരിന്റെ ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രാദേശികമായി എതിർപ്പുകൾ നിലനിന്നിരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മുതിർന്ന നേതാവ് കൂടിയായ മുരളീധരൻ തിരുവനന്തപുരത്തെ പ്രചാരണത്തിലുണ്ടായ മന്ദീഭാവത്തിന്റെ കാരണക്കാരെ കണ്ടെത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി. അതായത് ഡാൻ, ഇതിലിപ്പോൾ ഈ ആറ്റിങ്ങൽ, മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടം നടന്നു എന്നുകൂടി വിലയിരുത്തിയിട്ടുണ്ട് യോഗം എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പോലും 18 എന്നത് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നതാണ് യോഗം ആത്യന്തികമായി എത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായി യോഗത്തിലുണ്ടായിരിക്കുന്ന ഒരു പൊതുവിലയിരുത്തൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷവും അവർ കോൺഗ്രസിനൊപ്പം നിന്നു, UDFിനൊപ്പം നിന്നു എന്നാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോട്ട് സ്പ്ലിറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന, അതായത് കടുത്ത പോരാട്ടം നടന്ന മണ്ഡലം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാകത്തുള്ളൂ, UDFിന് ഉണ്ടാകത്തുള്ളൂ എന്ന പൊതുവിലയിരുത്തലുള്ളത്. സ്വാഭാവികമായി തൃശ്ശൂരിലടക്കം തിരുവനന്തപുരത്തടക്കം കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അത് മുഴുവനായി കോൺഗ്രസിലേക്ക്, വോട്ട് ബാങ്ക് മുഴുവൻ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന പൊതുവിലയിരുത്തലാണ്. അവിടെ ആ പ്രതീക്ഷകൾക്ക് താളം തെറ്റിയാൽ സ്വാഭാവികമായി അത് വലിയ വെല്ലുവിളിയായി മാറും. ആ വെല്ലുവിളി തന്നെയാണ് യോഗത്തിലും ചർച്ചയായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, 20-20 എന്ന് പറയുമ്പോൾ പോലും 2 മണ്ഡലങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് KPCC നേതൃയോഗത്തിന്റെ പൊതുവിലയിരുത്തൽ.